34 ദിവസത്തെ ക്വാറന്റൈൻ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പുറത്തിറങ്ങുകയാണ് ഗായ്സ്. എല്ലാവർക്കും വൈറസ് ബ്ലോഗിന്റെ ഓണാശംസകൾ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ഒരു മാസത്തോളം നമ്മുടെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമുക്ക് കൊറോണ വന്നു. അത് കഴിഞ്ഞാൽ 17 ദിവസമല്ല 34 ദിവസം ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം വീണ്ടും ഉമ്മാക്കും പോസിറ്റീവായി. അങ്ങനെ മൊത്തം 34 ദിവസം നമ്മൾ ക്വാറന്റൈനിലിരുന്നു. 34 ദിവസത്തെ ക്വാറന്റൈൻ ഡേയ്സ് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ആ അനുഭവം ആർക്കും കിട്ടണ്ട എന്നൊരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ വീഡിയോ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഓണത്തിനാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഈ ഓണത്തിന് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കുന്ന വീഡിയോ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കാരണം അത് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് വിളിച്ചാലും നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. കാരണം അത്രയും വേണ്ടപ്പെട്ടവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സദ്യ കഴിച്ചത്. അവരുടെ പേരോ കാര്യങ്ങളോ എവിടെ നിന്നൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഉൾപ്പെടുത്തേണ്ട അവർക്കത് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതിരുന്നത്. പിന്നെ ഒരുപാട് പേര് ഓണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എല്ലാവരുടെയും പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പോയത്. പിന്നെ നമ്മൾ പിള്ളേരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം കാണാൻ പോയതും പിന്നെ ജസ്റ്റ് ഒന്ന് ഫോട്ടോഷൂട്ട് കറങ്ങാനൊക്കെ പോയതും ആ ഒരു സംഭവം ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. 34 ദിവസത്തിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുന്നതും അതുപോലെ തന്നെ ഓണം ആഘോഷിക്കുന്നതും പിന്നെ ജസ്റ്റ് ഒന്ന് ഓണത്തല്ല് പോലത്തെ ഒരു സംഭവം ഉള്ളതും എല്ലാം ഈ വീഡിയോയിലുണ്ട്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓണം പറഞ്ഞാൽ സദ്യ ആണല്ലോ മെയിന്. സദ്യ ഇല്ലെങ്കിൽ എന്താ ഓണം? സദ്യ ഇല്ലാത്ത ഓണത്തിന് സ്വപ്നം കാണാൻ പോലും പറ്റൂല. അതുകൊണ്ട് നമ്മുടെ വീഡിയോ സദ്യയിൽ നിന്ന് തുടങ്ങുകയാണ്. ആദ്യൊരു വാഴയില് ചോറെത്തി, പിന്നെ കൂട്ടുകറി, അവിയൽ, എളിശ്ശേരി, പുളിശ്ശേരി, തലശ്ശേരി ഇല്ലാട്ടൊരു ഫ്ലോയിൽ വന്നാണ്. പഴം, പപ്പടം, പായസം, ഇഞ്ചിപ്പുളി, അച്ചാറ്, ഇതെല്ലാം ചടപടയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാനുള്ളൂ. ഇതെല്ലാം വന്നതുപോലെ ചടപടയാണ് കഴിക്കുക. എന്നാലേ നമ്മൾ സദ്യ കഴിച്ച പോലെ ആവൂ. അപ്പൊ അങ്ങനെയാ. കറിയും ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ഇത് ഇഞ്ചിപ്പുളി, ഇത് പപ്പടം, ഇത് അവിയൽ, ഇത് കൂട്ടുകറി, പിന്നെ നാരങ്ങ ഉണ്ട് ഇവിടെ ഗായ്സ്. അപ്പൊ എല്ലാം ഉണ്ട് ഇവിടെ. ബാക്കി ഇത് പയറ്, ഇത് പരിപ്പ്, ഇത് സംഭവത്തിന്റെ പേരൊന്നും അറിയില്ല കേട്ടാ. പഴം, പാലട പായസം, ഇത് ഉപ്പ് കിട്ടാ. അപ്പൊ എല്ലാം ആയിട്ടുണ്ട് ഗായ്സ്. പകുതിയുടെ പേരറിയില്ല. അപ്പൊ നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ഉമ്മമാരോടൊപ്പം ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ കാര്യത്തിൽ എത്ര എണ്ണത്തിന്റെ പേരൊന്നും അറിയില്ല. അറിയണത് ഞാൻ കുറച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞൊരു ലാഗ് അടുപ്പിക്കുന്നില്ല. ഒരു മാറ്റമില്ല. പഴയ കോലം, പഴയ കള്ളത്തരം, പഴയ ഡാൻസ്, പഴയ പാട്ട്. വന്നല്ലോ മുറ്റത്ത് മാവേലി, പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ. ഓണസദ്യ കേട്ടണ്ടേ, പായസം കൊറ്റണ്ടേ, പായസം കൂച്ചിട്ട് ഊഞ്ഞാലിലടണ്ടേ. ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ, ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ. മാവേലി വന്നേ മാവേലി പോണേ, വന്നല്ലോ മുറ്റത്ത് മാവേലി, പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ. ഓണസദ്യ കേട്ടണ്ടേ, പായസം കൊറ്റണ്ടേ, പായസം കൂച്ചിട്ട് ഊഞ്ഞാലിലടണ്ടേ. ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ, ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ. മാവേലി വന്നേ മാവേലി പോണേ, മാവേലി വന്നേ മാവേലി പോണേ.
അപ്പോൾ നമ്മളിപ്പോൾ സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞ് പിള്ളേരെ കാണാൻ പോകുന്നു. 2-3 പേര് ഓണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം ആയാലും വരണം പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ അമ്മമാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകണം, പിന്നെ അത് എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ ഒരു വെറൈറ്റിക്ക് 2-3 ഫോട്ടോ ഒക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കാൻ വേണ്ടി മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ പോയി ചെക്കനെ ചെയ്യാൻ വിളിക്കാൻ പോയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് ഒറ്റയ്ക്കുള്ളൂ, അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ശരി, നമുക്ക് പോകുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും ബഹദൂസ് വ്ലോഗിന്റെ ഓണാശംസകൾ. സൈനിങ് ഓഫ് ബഹദൂസ് വ്ലോഗ്.